അല്ല, കുറെ നേരം ആയല്ലോ, ഒന്നും പറഞ്ഞില്ല. ഹായ്, ഞാൻ വരുൺ പ്രകാശ്. അറിയപ്പെടുന്നൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു വർക്കറാണ്. ഇത് എൻ്റെ തന്നെ കഥയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു യാത്രയിലുണ്ടായ ഒരു സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ ഞാൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കണ്ടിരുന്നു. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. തീർത്തും മറ്റൊരാൾ കാണാൻ സാധിക്കാത്തൊരു പ്രത്യേകത ഞാൻ അയാളിൽ കണ്ടിരുന്നു. അയാൾ എൻ്റെ മനസ്സിനെ കൂടുതൽ സ്പർശിച്ചിരുന്നു. ചേട്ടാ എങ്ങോട്ടൊന്ന് ഇരുന്നോട്ടെ. ഇത് എൻ്റെ സീറ്റൊന്നുമല്ല, സോറി. അതിൽ തന്നെ ഞാൻ അയാളെ കൂടുതലായി ശ്രദ്ധിച്ചത് അയാളുടെ ഭാവങ്ങളാണ്. ഞാൻ അയാളുമായി കൂടുതൽ അടുത്തിടപെടാൻ ശ്രമിച്ചു, പക്ഷേ അയാൾ എന്നെ അവഗണിക്കുകയാണ് ചെയ്തത്. പേരെന്ത്? മനു പോപ്സ്. പോപ്സ് അച്ഛനാ? നോ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. മറ്റേ ഇങ്ങനെ മുടിയൊക്കെ പൊക്കി. ഓക്കെ. ചേട്ടാ, ഓയ്, പേരെന്ത്? എന്തിന്റെ കുഞ്ഞട ഇതൊക്കെ? ചേട്ടാ, എൻ്റെ പേര് വരുൺ. നേരെ ഇപ്പം അങ്ങോട്ടേക്കാ? എന്താടാ ഇറക്ക എനക്ക്? ചേട്ടാ, ഒരു 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടാവോ? എന്നോട് ആരാ ചേഞ്ച് വെച്ചേ? വേണ്ടത്തോണ്ട. നൈസ് സോങ്, അടിപൊളി. ബ്രോ ഫേസ്ബുക്കിലുണ്ടോ? ഇല്ല. വാട്സാപ്പ്? ഇല്ല. സോ പിറ്റി. എങ്ങോട്ടാ? ട്രിവാൻഡ്രം. ഓ, തിരുവനന്തപുരം. നോ ട്രിവാൻഡ്രം. ഓ, അത് തന്നെടേ. എന്തോ ഇതൊക്കെ. ഒന്ന് നീങ്ങിയിടക്ക. ഓക്കെ. അപ്പുറത്തൊരു മറുതി. എന്നൊക്കെ അണങ്ങിയിരിക്കാൻ പറ്റുമോ എനിക്ക്? എന്തോന്നടെ ഇത്, കൊടൽമാലയോ?
ഫ്രീക്കന്മാരെ പുച്ഛാണല്ലടാ ബ്ലാഡി ഫുൾ. യാ യാ. പോയാ സ്ഥലം എത്തിയോ? ഇതെന്റെ ബാഗല്ലല്ലോ. ചേട്ടാ ബാഗ് എടുത്തോണ്ടാന്നോ പോയെ? പക്ഷെ എന്റെ ബാഗ് ചേട്ടാ ഓയ് നിന്നേ. എന്താടോ? ചേട്ടാ എന്ത് പണിയാട്ടാ കാണിച്ചേ? ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? ഇതെന്റെ ബാഗാണ് നിങ്ങൾ എടുത്തോണ്ട് പോയത്. ആ ഇതെന്റെ. എനിക്ക് പോവാനുള്ള ബസ്സും പോയി. നമുക്കൊന്ന് നടന്നാലോ? വാന്നേ നമുക്കൊന്ന് നടക്കാം. അയാളിൽ നിന്ന് കൂടുതൽ അറിയണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാനങ്ങനെ അയാളോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ താല്പര്യമില്ലാതിരുന്നിട്ട് പോലും അയാൾ എൻ്റെ കൂടെ നടക്കാമെന്നേറ്റു. ഞാൻ അയാളുടെ ജീവിതത്തെപ്പറ്റി ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അല്ല കുറെ നേരം ആയല്ലോ, ഒന്നും പറഞ്ഞില്ല. വരുൺ, നിങ്ങളെന്ന് എനിക്ക് തിരിച്ചു തന്നത് എൻ്റെ ജീവിതമാണ്. ജീവിതോ? അതെങ്ങനെ? നിങ്ങൾ കരുതുന്ന ഒരു സാധാരണ ആളല്ല ഞാനൊരു ഡ്രഗ് ഡീലറാണ്. ഡ്രഗ്സോ? നിങ്ങളും തിരിച്ചു തന്ന ഈ ബാഗിൽ എന്താണെന്നറിയോ? ഇല്ല. ചാർലി. ചാർലിയാ? ഓ, അങ്ങനെ പറഞ്ഞാൽ നീ അറിയില്ല. കൊക്കൈൻ. പണ്ട് പെങ്ങളുടെ കല്യാണം നടത്താൻ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ തുടങ്ങിയതാണ് ഈ നശിച്ച പണി. വരുൺ അറിയൂ, ഇത് തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ല ഇതൊക്കെ പുറത്തു വരുന്ന തെറ്റല്ലേ? തെറ്റാണ്. എന്നിലുള്ള അവരുടെ വിശ്വാസമാണ് ഞാൻ നഷ്ടപ്പെടുന്നത്. എന്തോ പറയണം തോന്നി. ഇനിയും വയ്യ ഇങ്ങനെ. വരുൺ, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. അവർ വരാൻ സമയമായി. ചുറ്റും അപകടമാണ് വരും. പൊക്കോളൂ. അല്ല എനിക്ക് പോയിട്ട് തിരക്കില്ല, കുറച്ചു നേരം കൂടി. വേണ്ട വരുൺ, പൊക്കോളൂ. ഒരു വിവാഹം നടത്താൻ മറ്റെന്തെല്ലാം വഴികളുണ്ട്. അയാൾ ഈ വഴി തന്നെ എന്തിനു സ്വീകരിച്ചു? ഈ ചതിയിലേക്ക് സ്വന്തം ജീവൻ തന്നെ പണയം വെച്ചു. പണം, അതാണല്ലോ മനുഷ്യന് നന്മയേക്കാൾ മൂല്യം. അതങ്ങനെയാണ്. അതിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുക എന്ന കാര്യം അസാധ്യമാണ്. അത് അയാൾക്കും അറിയാമായിരുന്നു. അയാളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കുടുംബത്തിലെ പ്രാരാബ്ദം മൂലമാണ് ഈ വഴി വന്നതെന്നാണ്. ജീവിതഭാരവും കുടുംബവും വഴിമുട്ടുമ്പോൾ അവരറിയാതെ തന്നെ മറ്റുള്ളവർ തീർക്കുന്ന വാരിക്കുഴികളിൽ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഓർത്തു നോക്കണം. എനിക്കൊരു പരിചയമില്ലാത്ത ഒരാൾ, ഞാൻ ആദ്യമായി ജീവിതത്തിൽ കാണുന്ന ഒരാൾ, അയാളുടെ മരണത്തിന് ഞാൻ സാക്ഷിയാകേണ്ടി വന്നു. അയാൾ പറഞ്ഞ പ്രാരാബ്ദങ്ങൾ ഞാൻ കേട്ടതാണ്. തൊട്ടു മുമ്പിൽ പിടഞ്ഞു വീഴുമ്പോഴും നിസ്സഹായനായി നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഒരുപക്ഷെ മരണത്തിന് കാരണമായത് ഞാൻ തന്നെയാണ്. OT 145 ഏജന്റ് വരുൺ. വരുൺ, അവൻ നമ്മുടെ ജോലിക്ക് ചേർന്നവനല്ല. അവ ഇനി ഈ ലോകത്തുണ്ടാകരുത്. ഒബേ, ഇറ്റ്സ് ആൻ ഓർഡർ. പക്ഷെ അയാളെ ഞാൻ എങ്ങനെ? നീ ഇത് നിരസിച്ചാൽ നിനക്കുള്ള ഫലവും ഇതുതന്നെയായിരിക്കും. അതല്ല, നീ അനുസരിച്ചാൽ അതിൻ്റെ ഗുണം നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഓക്കെ, ഐ വിൽ.
ഇറ്റ്സ് ഓവർ. ഐ ആം കമ്മിങ്.